मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Come on, Bunny. You can do it. ആരെങ്കിലും പിടിക്കേ. അയ്യോ കള്ളൻ കള്ളൻ കള്ളൻ. അയ്യോ ദേ കള്ളൻ കള്ളൻ കള്ളൻ. പിടിക്ക് പിടിക്ക്. കള്ളൻ പോകുന്നേ കള്ളൻ കള്ളൻ. പിടിക്കേ പിടിക്കേ, അവൻ വലിയ കള്ളനാണ്. പിടിക്കേ, വേഗം പിടിക്കേ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ലട്ടാ. എടാ അവനെ ഞാൻ പിടിച്ചോളാം. രക്ഷപ്പെട്ട് കളഞ്ഞു. സംശയമുണ്ടോ? എടാ ഇതാ സംശയിക്കാൻ എന്താ ഉള്ളത്? അവൻ ഓടുന്നത് നമ്മളെല്ലാരും കണ്ടതാണല്ലോ. അല്ല അവൻ എന്താ മോഷ്ടിച്ചേ? ആ കള്ളൻ ഞങ്ങളുടെ സേഠ്ജിയുടെ വേസ് മോഷ്ടിച്ചു. അപ്പൊ നിങ്ങളിൽ ആരാ ഈ സേട്ട്? ഞങ്ങൾ രണ്ടും അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ കള്ളന്റെ പുറകെ ഓടിയത്? കാരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജോലിക്കാരാണ്. ദാ ഇതാണ് സേഠ്ജി. കിട്ടിയോ 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 ഇല്ലേ? അയ്യോ ഇല്ല. എന്നാ വേഗം ഐ ജി സാറിനെ വിളിച്ച് കാര്യം പറയും. ഒരു വെയ്സിന് വേണ്ടി എന്തിനാ ഐ ജി സാറിനെ വിളിക്കുന്നേ? വേറെ പുതിയതൊരെണ്ണം വാങ്ങിയ പോരെ? എന്തിനാ പുതിയത് വാങ്ങുന്നേ? അത് എനിക്ക് ഭാഗ്യമുള്ള ഒന്നായിരുന്നു. ഹലോ, എന്താ? അയ്യോ, എല്ലാം നശിച്ചു പോയേ. എന്റെ ഗോഡൌണിൽ അരിയല്ലേ എലി തിന്നു. കണ്ടില്ലേ, ആ ലക്കി വേസിന്റെ കയ്യിൽ നിന്ന് പോയപ്പോ എനിക്ക് കണ്ടകശനിയാ. അയ്യോ സേഠ്ജി, ഇതെല്ലാം അന്ധവിശ്വാസങ്ങളല്ലേ? അല്ല, എനിക്കത് കിട്ടണം, ഇപ്പൊ കിട്ടണം. പത്രത്തിൽ പരസ്യം കൊടുക്കൂ. എന്റെ വേസ് കണ്ടുപിടിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനം കൊടുക്കും. 5 ലക്ഷം രൂപ. ചെല്ല്. 5 ലക്ഷം? അതെ, 5 ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുക്കും വിത്ത് ടാക്സ്. അതെ, സംഭാവനയല്ലല്ലോ, സമ്മാനമായിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്തിനാ ടാക്സ്? അയ്യോ, ഞാൻ പറഞ്ഞ തിരിച്ചെടുത്ത. എനിക്ക് ഇപ്പൊ കിട്ടണം, ഇപ്പൊ വേണം. അതെ, യുവമാർ എന്താ കൊണ്ടുവരുന്നത്? അതിനെ ഞാൻ കൊണ്ടുവന്നേക്കാം. ഞാൻ കൊണ്ടുവരുന്നതില് പൂവിട്ട് വെക്കാനേ യുവമാർക്ക് കഴിയുള്ളൂ. ഞങ്ങൾക്ക് കാശിനോട് ഏതായാലും ആർത്തിയില്ല. പക്ഷെ നിന്റെ ഈ അഹങ്കാരം കുറയ്ക്കാൻ ആ വേസ്റ്റ് ഞാൻ കണ്ടുപിടിക്കും. അത് നീ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഞാൻ 10,000 രൂപ തരാം. ഞങ്ങളെന്താ മണ്ടമരെന്ന് കരുതിയോ? അങ്ങനെ നീ ഇപ്പൊ 10,000 രൂപ സ്വന്തം ആക്കണ്ട. സേഠ്ജി തരാൻ പോകുന്നത് 5 ലക്ഷം രൂപയാ, അല്ലേ സേഠ്ജി? അതെ, തീർച്ചയായും വിത്തിൻ ടാക്സ്. കുറച്ചു മുമ്പ് സേഠ്ജി എന്താ പറഞ്ഞത്? പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തുന്നല്ലേ? അയ്യോ, ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്ക്. എടാ കഴുതേ, 5 ലക്ഷം കൂടാതെ ഞാൻ 10,000 രൂപ തരാന്നാണ് പറഞ്ഞത്. എന്നാ പിന്നെ എടുത്തു വെച്ച ഒരു 10,000 ആ വേസ്റ്റ് ഞങ്ങൾ തന്നെ കൊണ്ടുവരും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതൊരു നല്ല പ്ലാനാണ്. നമ്മൾ ഇവിടുന്ന് സെയിം വേസ് വാങ്ങിച്ച് സേഠ്ജിക്ക് കൊണ്ടുപോയി കൊടുക്കും. സംശയമുണ്ടോ? നമ്മൾ അതിനു വേണ്ടിയല്ല വന്നത്. ആ കള്ളൻ എവിടെയാണെന്നുള്ള വിവരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം ജുങ്ക മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇന്ന് നല്ല കച്ചവടം ഉണ്ടാവണേ. അല്ല, ഇതാരാ എന്റെ കടയിൽ വന്നിട്ട് എന്നെ പറ്റി പറയുന്നു? ഇവിടെ ഞാൻ മോഷണ മുതലൊന്നും വിൽക്കാറില്ല. ഞങ്ങള് ചോദിക്കുന്നതിനൊക്കെ മണി പോലെ ഉത്തരം പറയണം. ഓഹോ, അത് കൊള്ളാലോ. ഈ ജുങ്കയെ ഭീഷണിപ്പെടുത്തുകയാണോ? മുറുക്കാന് പാക്കിടിക്കുന്നവരെ ഇടിച്ച് പപ്പടാക്കി കളയും ഞാൻ. നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ അങ്ങനത്തെ കച്ചവടമൊന്നും ഇല്ല. എങ്ങനെയൊക്കെ ചോദിച്ചാലും എന്റെ അമ്മച്ചിയാണ്. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ പുരാവസ്തുക്കളും പഴയ ചെമ്പുപാത്രവും ഒക്കെ ഉള്ളൂ. ഞങ്ങൾക്കൊരു കളനെ കുറിച്ച് അറിയാനുണ്ട്. ഇപ്പോഴാണ് ഒരാളുടെ വീട്ടിൽ നിന്നും വേസ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. ഇതിനെ മോഷണമെന്നല്ല,
കൊള്ള എന്നാണ് പറയേണ്ടത്. ഇങ്ങനെയുള്ള കൊള്ള പരിപാടികളൊക്കെ ഗജ്ജുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ല, ഈ ഗജ്ജു ഇപ്പൊ എവിടെയാ ഉള്ളത്? ലാൽപൂരിൽ ചെന്നിട്ട് ഗജ്രാജ് സിംഗിന്റെ ഗ്യാരേജിനെ പറ്റി ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. അവൻ അവിടെ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. ഞങ്ങൾക്ക് ഗജ്ജുവിന്റെ അഡ്രസ് വേണം. അയ്യോ, ഞാൻ മറന്നു. ആ ഗജ്ജു തന്നെയാണ് ഈ ഗജ്രാജ് സിംഗ്. നിങ്ങൾ പറഞ്ഞ പേര് കള്ളന്റേതാണോ? ഏയ്. ആ, അതേതായാലും കൊള്ളാം. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. ദാ, ഇപ്പൊ എന്റെ പേര് തന്നെ ജുങ്ക എന്നല്ലേ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല കളലക്ഷണം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഓ എന്റെ ദൈവമേ, ഇനി എന്ത് സംഭവിക്കൂ എന്തോ. ഉം. ഉം? ആരാടാ ഇവിടെ ഈ ഗജ്ജു? അതെ, ആരാണ് എന്നെ പേരെടുത്ത് വിളിക്കണത്? നീ മര്യാദയ്ക്ക് ആ വേസ് തിരിച്ചതാ, ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും. അയ്യോ മച്ചന്മാരെ, ദൈവന്മാരെന്നെ അടിച്ചടാ, ഓടിവാടാ. ഇനി നീയൊക്കെ ഇവിടുന്ന് വന്ന പോലെ തിരിച്ചു പോകില്ല കേട്ടാ. എടാ, ഇനി നമുക്ക് നോക്കട്ടെ ആരടിച്ച് വീഴ്ത്തോന്ന്. അടിയടാ. തിന്മയുടെ നിറം അന്നും ഇന്നും എന്നും കറുപ്പായിരിക്കും. സംശയമുണ്ടോ? എന്നാ പിടിച്ചോ. അയ്യോ, ഇനി എന്നെ ഇടിക്കല്ലേ. ആ വേസ് ഞാൻ തിരിച്ചു തന്നേക്കാം നിങ്ങൾക്ക്. അയ്യോ, ഇതല്ല നിങ്ങളുടെ വേസ്. ഇനിയെങ്കിലും ഒന്ന് പൊക്കൂടെ ഇവിടുന്ന്. അതെ, ഇത് തന്നെയാണ് ആ വേസ്. ഇനി എന്തായാലും ഇത് അയാളടുത്ത് ഞാൻ കൊടുത്തേക്കാം. പിടിക്കവനെ. എന്നെ പിടിക്കാൻ കഴിയില്ല. 5 ലക്ഷം രൂപ എനിക്ക് തന്നെ കിട്ടും. എന്തോന്ന് 5 ലക്ഷം രൂപ? അതെ, വേസ് തിരിച്ചേൽപ്പിക്കുന്നവർക്ക് സെഡ്ജി 5 ലക്ഷം രൂപ കൊടുക്കുമെന്നാ പറഞ്ഞത്. കൊള്ളാല. എന്നാ പിന്നെ 5 ലക്ഷം രൂപ ഈ ഞാൻ തന്നെ മേടിച്ചെടുക്കും. അതിന് നീയല്ലേ കള്ളൻ, അപ്പൊ നിനക്കെങ്ങനെ പൈസ കിട്ടും? മച്ചാനെ, ഞാൻ വേഷം മാറി പോകുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ല. എടാ, വേഗം വേഗം അത് പിടിക്കേ. ഐഡിയ. നീ വേഗം പിടിക്കേ പിടിക്കേ. ഇവിടെ എന്താ കൊടുങ്കാറ്റ് വല്ലതും അടിച്ചോ? അതെ, ഇവൻ തന്നെയാണ് കള്ളൻ. പിടിക്കവനെ, വേഗം പിടിക്ക്. വേഗം ഇവരെ അറസ്റ്റ് ചെയ്യ്. യെസ് സർ. ഇതാ സെഡ്ജിയുടെ വേസ്. താങ്ക് യു വെരി മച്ച്. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ കുത്തുപാള എടുത്തേനെ.
ഓ, എന്ത് കടയിൽ തീപിടുത്തമുണ്ടായോ? എന്ത് എന്റെ പുതിയ കാറിൽ മരം വീണെന്നോ? വീട്ടിലെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി. അയ്യോ, വീണ്ടും എല്ലാം നശിച്ചു പോയേ. അയ്യോ. ഇല്ലില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. താങ്കളുടെ കയ്യിൽ താങ്കളുടെ ലക്കി വേസ് ഉണ്ടല്ലോ. ലക്കി അൺലക്കി അങ്ങനെ ഒന്നുമില്ല സെഡ്ജി. കടയിൽ തീ പിടിച്ചാൽ അതണയ്ക്കാൻ ഫയർഫോഴ്സ് തന്നെ വേണം. വേസ് ഒന്നും ചെയ്യില്ല. പറഞ്ഞത് ശരിയാണ്. ശരിക്കും അത് എന്റെ ഒരു അന്ധവിശ്വാസം തന്നെയായിരുന്നു. പക്ഷെ നിങ്ങളുടെ 5 ലക്ഷം രൂപ തീർച്ചയായും തരും. ഇത് ഞാൻ തരുന്ന വാക്കാണ്, സത്യം. ഞങ്ങൾക്ക് കാശിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി എന്തായാലും നിങ്ങൾ അന്ധവിശ്വാസി ആകില്ലല്ലോ. ഞങ്ങൾക്ക് അത് തന്നെ ധാരാളം മതി. പക്ഷെ സണ്ണിയിൽ നിന്ന് ബെറ്റിന്റെ 10,000 രൂപ തീർച്ചയായിട്ടും വാങ്ങും. എങ്ങനെയോ നിങ്ങൾ ജയിച്ചു. ഞാൻ പറഞ്ഞതുപോലെ പൈസ അങ്ങ് തന്നേക്കാം. പക്ഷെ ഇപ്പൊ ഏതായാലും ഞങ്ങൾക്ക് 10,000 രൂപ കിട്ടി. കഷ്ടപ്പെട്ട് കിട്ടുന്ന പണത്തിന് തേൻ പോലെ മധുരം ഉണ്ടാവും. കഷ്ടപ്പെടാതെ നേടുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാവും. സംശയമുണ്ടോ?